പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്നാനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്നാനന്ദം. എന്നെ സൗഖ്യമാക്കും എങ്ങും അവനുണ്ട്. എന്നെ സൗഖ്യമാക്കും എങ്ങും അവനുണ്ട്. ഈ ദൈവം എന്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. ഈ ദൈവം എന്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. സങ്കീർത്തനം 103 രണ്ടാമത്തെ വചനം. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. 2018 17 കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം നൽകിയ നന്മകള്, അനുഗ്രഹങ്ങള് ഒരിക്കലും നമ്മൾ മറക്കരുത്. ദൈവം നൽകിയ അനുഗ്രഹമൊന്നും നമ്മൾ മറക്കരുത്. ദൈവം ഒത്തിരി അനുഗ്രഹം തന്നില്ലേ? തന്നു. അപ്പോൾ ദൈവം തന്ന അനുഗ്രഹമൊന്നും മറക്കരുത്, നന്ദി പറയണം. അടുത്ത വചനം പറയുന്നു, 3-ാമത്തെ വചനം. അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. നീ ദൈവത്തിന് ഒന്ന് നന്ദി പറ. ദൈവസന്നിധിയിൽ നീ ഒന്ന് അനുതപിക്ക്. നിന്റെ അകൃത്യങ്ങളും പാപവും കർത്താവ് ക്ഷമിക്കും. നിന്റെ രോഗങ്ങളെല്ലാം അവിടുന്ന് സുഖപ്പെടുത്തുന്നു. നിന്റെ രോഗങ്ങളെല്ലാം അവിടുന്ന് സുഖപ്പെടുത്തുന്നു. അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകന്റേതുപോലെ നവീകരിക്കപ്പെടാൻ വേണ്ടി നിന്റെ ജീവിതകാലം അത്രയും നിന്നെ സംതൃപ്തനാക്കുന്നു. ഹല്ലേലൂയ. ആകാശത്തില് ഉയർന്നു പറക്കുന്ന കഴുകനെ പോലെ നിന്റെ ശരീരത്തെ അവൻ പുതിയതാക്കി മാറ്റുക. ഉയർന്നു പറക്കുന്ന കഴുകന്റെ ശരീരത്തിന് ചിറകുകൾക്ക് ശക്തി കൊടുക്കുന്ന ദൈവം. വായുവിനെ കീറി മുറിച്ചുകൊണ്ട് പറക്കുന്ന കഴുകനെ പോലെ നിന്റെ ശരീരത്തെ അവൻ ശക്തിപ്പെടുത്താനായിട്ട് പോവുക. നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കും, നിന്റെ പാപങ്ങൾ പൊറുക്കും, നിന്റെ രോഗങ്ങൾ സൗഖ്യമാക്കും, നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും. കഴുകനെ പോലെ നിന്റെ യൗവനത്തെ അവൻ നവീകരിക്കാനായിട്ട് പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നമ്മുടെ ശരീരത്തിന് പ്രായം തോന്നിയാലും മനസ്സിന് പ്രായമാകുന്നതാണ് എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണം. മനസ്സിന് പ്രായമായി കഴിഞ്ഞാൽ സംഭവമെല്ലാം പൊളിഞ്ഞു. ഹല്ലേലൂയ. മനസ്സിന് പ്രായമായാൽ കാര്യങ്ങളെല്ലാം പ്രശ്നമായി. ശരിയാണോ? അതെ. അതുകൊണ്ട് മനസ്സിന് പ്രായമാകാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക. ശരീരത്തിന് പ്രായമാകുന്നോർത്ത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമേ ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. ഹല്ലേലൂയ. കഴുകന്റേതുപോലെ നിന്റെ ശരീരത്തെ അവൻ നവീകരിക്കും, ബലപ്പെടുത്തും. എന്ന് പറഞ്ഞാൽ ഉയരങ്ങളിൽ പറക്കുവാൻ
കർത്താവ് നിനക്ക് ശക്തി തരാനായിട്ട് പോകുക. ഉയരങ്ങളിൽ പറക്കാൻ കർത്താവ് നിനക്ക് ശക്തി തരാനായിട്ട് പോകുക. ആമേൻ. ഉയരങ്ങളിൽ പറക്കാൻ, ദീർഘദൂരം പറക്കാൻ കർത്താവ് നിനക്ക് ശക്തി നൽകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളിപ്പോൾ ഒരു കല്ലെടുത്ത് മുകളിലോട്ട് എറിഞ്ഞാൽ അത് മുകളിലേക്ക് പോയിട്ട് താഴേക്ക് വരും. വരുമോ? വരും. അതെന്തുകൊണ്ടാണ് താഴേക്ക് വരുന്നത്? കല്ലിന് ഭാരമുള്ളത് കൊണ്ടാണോ? ഭൂഗുരുത്വ ബലം അല്ലേ അങ്ങനെ പറയുന്നത്. സയൻസ് പറയുന്നു ഈ ഭൂഗുരുത്വ ബലം, ഭൂമിക്ക് ഒരു ആകർഷണമുണ്ട്. മുകളിലേക്ക് പോകുന്ന വസ്തു താഴേക്ക് വരുന്നുണ്ട് അല്ലേ. പണ്ട് ഒരു ആപ്പിള് ഒരു ചേട്ടൻ്റെ തലയിൽ വീണു. ആ ചേട്ടൻ്റെ പേര് പറയാമോ? എന്താണ്? ആരാ? ഒരാൾ പറ, അറിയാവുന്ന ഒരാൾ പറ. ഐസക് ന്യൂട്ടന്റെ തലയിലാണോ? ആണോ? ഇവിടെ ചിലരുടെ തലയിലൊക്കെ ചക്ക തേങ്ങാൻ വിട്ട് പോലും വെളിവായിട്ടില്ല. ഒരു ചേട്ടന്റെ തലയിൽ ആപ്പിള് വീണപ്പോൾ ഐസക് ന്യൂട്ടൻ വലിയ ആളായിട്ട് മാറി അല്ലേ. വലിയ വലിയ കണ്ടുപിടുത്തമൊക്കെ നടത്തി. ഇവിടെ ചിലരുടെ തലയിൽ തേങ്ങ വീണു അല്ലേ, ചിലരുടെ ചക്ക വീണു, എന്തൊക്കെ വീണു. എന്നിട്ടും ബുദ്ധി തെളിഞ്ഞോ? ബോധം തെളിഞ്ഞോ? ഹല്ലേലൂയ. ഒരു ബോധവുമില്ല. പ്രത്യേകിച്ച് ക്രിസ്ത്യാനിക്ക് ഈ ക്രിസ്മസ് ദിവസങ്ങളിലൊക്കെ ഒരു ബോധവുമില്ലായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നോ? ചേച്ചിമാരൊക്കെ ചിരിക്കുന്നു. ഇവരാണല്ലോ സഹിക്കുന്ന പാവങ്ങള്. സങ്കടമുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ചേട്ടന്മാരൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുന്നു. എനിക്കറിയാം ഇവരൊക്കെ നല്ലവരാണ്. ഇവരും മദ്യപിക്കത്തില്ല, പുകവലിക്കത്തില്ല. എല്ലാവരുടെ മുഖം കണ്ട നല്ല ഡീസൻ്റ് ആളുകളാണ്, നല്ല ആളുകളാണ് ധ്യാനത്തിൽ വന്നിരിക്കുന്നത്. മദ്യപിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർത്തണം കേട്ടോ. എനിക്കറിയാം നിങ്ങൾ നല്ലവരാണ്. നിങ്ങൾ മദ്യപാനം നിർത്തും. നിർത്തിയില്ലേ ദോഷവശങ്ങൾ അതൊക്കെ പിന്നീട് നമുക്ക് പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ശരീരം ആരോഗ്യപൂർണമായിരിക്കണം. ഞാൻ പറഞ്ഞു വന്നത്, ഒരു കല്ല് മുകളിലേക്ക് എറിഞ്ഞാൽ ആ കല്ല് ഭൂമിയിലേക്ക് വീഴും. ഒരു കഴുകൻ ആകാശത്തിലൂടെ പറക്കാൻ തുടങ്ങിയാൽ അതിനെ വെടിവിച്ചിട്ടാലേ താഴെ വരത്തുള്ളൂ. ആണോ? 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 അതെ. എങ്ങനെയാണ് ഈ കഴുകൻ ആകാശത്തിലൂടെ പറക്കുന്നത്? അതിന് പറക്കാൻ ചിറകുണ്ട്. ഈ ഭൂഗുരുത്വ ബലത്തെ തോൽപ്പിക്കുന്ന ഒരു ശക്തി, ഒരു കഴിവ് ഈ കഴുകന്റെ മേലുണ്ട്. ഭൂമിയുടെ ആകർഷണത്തിന്റെ അപ്പുറത്തൂടെ അല്ലെ അതിനെ മറികടന്നുകൊണ്ട് ആ കഴുകൻ പറക്കുകയാ. ദൈവത്തിന്റെ ജനമേ, ഞാനും നിങ്ങളും ലോകത്തിന്റെ മുഖങ്ങള്, ജഡത്തിന്റെ മുഖങ്ങള്, പരാജയത്തിന്റെ ചിന്തകള്, തോൽവിയെ ഒക്കെ മറന്നുകൊണ്ട് ഉയരങ്ങളിൽ പറക്കുന്നവരായിട്ട് മാറണം. സ്വപ്നങ്ങൾ തകർന്നു പോകരുത്. സ്വപ്നങ്ങൾ കാണുന്നവരായിട്ട് മാറണം. നമ്മൾ പരാജയപ്പെടത്തില്ലെന്നേ, നമ്മൾ ഉരുണ്ട് താഴെ വീഴത്തില്ല. താഴെ വീണാൽ താങ്ങാൻ കർത്താവ് കൂടെയുണ്ട്. അവന്റെ കൂടെ നടന്നവരാരും ഇന്നുവരെ തകർന്നു പോയിട്ടില്ല. ഹല്ലേലൂയ. ഓരോരോ ചിന്തകൾ എന്നുടെ ബുദ്ധിയിൽ ഉയരുമ്പോൾ കൈകൾ നീ കോർത്തു പിടിച്ചൻ കൂടെ നടക്കണമേ. ഊരിരുൾ തിങ്ങിയ വീഥികളിൽ വഴിയറിയാതെ ഉഴലുമ്പോൾ ജീവനായി മാർഗമായി നീ വേഗം വന്നിടണേ. എന്നേശുവേ എൻ രക്ഷകാ, എന്നാളും എന്നെ കാത്തിടുക. എന്നേശുവേ എൻ രക്ഷകാ,